മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജുവിൻ്റെ മുഖം കണ്ടിട്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ടോ, എന്താ മോളെ നീ എവിടെ പോയതാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പുറത്ത് പോയതാണ്. എന്താ നിൻ്റെ മുഖം ഒരു സന്തോഷമില്ലല്ലോ, എന്തോ നിനക്കൊരു വിഷമം പോലെ. നമ്മളെ പുറത്ത് പലവരും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലരും പലതും പറയുന്നുണ്ട്. പക്ഷേ നീ അതൊന്നും കേൾക്കരുത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞു ചോദിക്കുകയെ ആരും എന്നോടൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പം കണ്ണേട്ടനാണോ മാഹിയും കൂടിയിട്ടാണ് ആ ഫോട്ടോ അയച്ചത് പറഞ്ഞ് ആ മാനസി എനിക്ക് അറിയോ കൂടിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പം തന്നെ മഞ്ജു പറയുന്നുണ്ട് ആ മാനസയെ അറിയില്ല, അത് ശരിയാണ് എന്നിങ്ങനെ മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ആ പേര് പോലും എനിക്കറിയില്ല എന്നിങ്ങനെ മേഘനാഥൻ പറയണം കേട്ടോ. ഇന്ന് ഫ്രീ ആണോ, നമുക്കെന്നാൽ ഒന്ന് പുറത്തു പോകാം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ മഞ്ജുവിനാകെ ദേഷ്യം വരും കേട്ടോ. എൻ്റെ ഭർത്താവ് എന്നും ഫ്രീ ആണല്ലോ, ഇപ്പോൾ ഒരു ജോലിയും കൂലിയും ഇല്ലാതെയാണല്ലോ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. നീ എന്താ മോളെ എന്നെ കളിയാക്കുകയാണോ? ഞാൻ ഈ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേയൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്തി കുറച്ച് പൈസയുണ്ട്, അതും കൊണ്ട് പോവാം എന്നിങ്ങനെ പറയണം. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറയണം. കണ്ണേട്ടൻ അല്ല മേഘേട്ടൻ എന്തായാലും വർക്ക്ഷോപ്പ് പഠിച്ചതല്ലേ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പഠിക്കും. ഞാൻ വർക്ക്ഷോപ്പോ? വർക്ക്ഷോപ്പ് ഇട് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ വർക്ക്ഷോപ്പ് ഇട്, അതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ കണ്ണേട്ടനും മഹിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്വത്ത് കിട്ടും. ആ സ്വത്തൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അവരില്ലാതായാലും എനിക്കും ഉണ്ണിക്കും ആ സ്വത്ത് തരുന്ന എന്താ ഉറപ്പ്? അതുകൊണ്ട് ആ സ്വത്തിനെ ഒന്നും നിങ്ങൾ കരുതണ്ട. കണ്ണേട്ടനെ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണേട്ടൻ്റെ സ്നേഹത്തെ ഞാൻ ഒരുപാട് ധിക്കരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. ആകെ മൊത്തം മഞ്ജുവിൻ്റെ സ്വഭാവം കാണുമ്പോൾ മേഘനാഥൻ ആകെ ഒരു സംശയമാണ് കേട്ടോ. കണ്ണനെ മഹാലക്ഷ്മി നീ ഇന്നലെ വരെ എങ്ങനെയായിരുന്നില്ലല്ലോ പറഞ്ഞത്, ഇപ്പം എന്താ നിനക്ക് പെട്ടെന്നൊരു മാറ്റം എന്നിങ്ങനെ ചോദിക്കുക. ഒന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്. അന്നേരം മേഘം പറയണം കേട്ടോ, എന്തായാലും ശരി, അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ഓവർ പ്രശ്നമാകും എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് കേട്ടോ. അവൻ പ്രതാപനെ കാത്തിരിക്കുകയാണ് കേട്ടോ. പ്രതാപൻ വയ്യായോടെ കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇനിയും ശരിയായിട്ടില്ലാലേ എന്നിങ്ങനെ ചോദിക്കില്ല. ശരിയായിട്ടില്ല, എൻ്റെ ബോഡി വേദന ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വാമദേവൻ പറയണം കേട്ടോ. ഇനി എന്താ ചെയ്യുക അടുത്ത പരിപാടി? എഴുന്നേൽക്കാൻ വയ്യാത്തവനെ ചെയ്തിട്ട് ഇനി ഒരു കാര്യമില്ല. അവൻ്റെ മനസ്സ് തളരണം. അവൻ ഇനി തോമസ് വൈദ്യരുടെ അടുത്ത് പോയെങ്കിലും എണീച്ച് നടക്കുമ്പോൾ അവൻ്റെ മനസ്സ് തളർന്നിരിക്കണം. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, മഹാലക്ഷ്മിയെ ഇല്ലാതാക്കണം. അവൻ തോമസ് വൈദ്യരുടെ അടുത്ത് പോകുമ്പോൾ മഹാലക്ഷ്മി എന്തായാലും കമ്പനിയിലേക്ക് വരുമല്ലോ, അവിടെ വെച്ച് അവളെ കത്തിച്ച് കളയണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ. എൻ്റെ മോളെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടും കൂടി അവൾക്ക് ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായാലും ശരി, അവളെ ഇല്ലാതാക്കണം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ശരി അത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രതാപനോട് യാത്ര പറഞ്ഞ് വാമദേവൻ പോവുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു ഇങ്ങനെ വരികയാണ് കേട്ടോ, വീട്ടിലേക്ക് വരികയാണ്. ദുർഗ ഇങ്ങനെ ചോദിക്കണ്ടേ, എന്താ മോളെ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്താ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മ? മേഘനാഥൻ എല്ലാം വന്നിവിടെ എന്നോട് പറഞ്ഞു. നീ അതൊന്നും വിചാരിക്കണ്ട. മഹാലക്ഷ്മിയും കണ്ണനും കൂടിയിട്ടാണ് നിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് നീ ആ മാർക്കോയെ ജയിലിൽ നിന്ന് ഇറക്കിയതിന് ഇവിടെ വന്ന് പറഞ്ഞില്ലേ, അവരതിൻ്റെ ദേഷ്യം തീർക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ നിൻ്റെയോട് ഫോണിലേക്ക് അയച്ചത് എന്നിങ്ങനെ പറയണം. അവർക്ക് എന്താ അമ്മേ അയച്ചിട്ട് എന്താ കാര്യം എന്നിങ്ങനെ പറയണിട്ട്. അതേസമയം കണ്ണനും മഹിയും കൂടിയിട്ട് വരികയാണ്. അതേസമയം ദുർഗ പറയുന്നുണ്ട്, ഇതാ അവർ വരുന്നുണ്ട്, നീ അവരോട് വഴക്കിനൊന്നും പോകണ്ട എന്ന് പറയും. ഞാൻ അവരോട് വഴക്കിന് പോകാനൊന്നും അല്ല വന്നത് അമ്മേ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കണ്ണനും മഹിയും കൂടി വരുമ്പോൾ എപ്പോഴാണ് എൻ്റെ അനിയത്തി വന്നത്, എന്താ നീ വഴക്കിന് വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്താ വിശേഷം, നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടെ. എങ്ങനെ സന്തോഷം ഉണ്ടാകും, നീ അവൾക്കൊന്നും കൊടുത്തില്ലല്ലോ, അവളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത് നിങ്ങൾ എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാനിതാ വഴക്ക് കൂടാനും കൂടി ഒന്നിനും വന്നത് എനിക്ക് താല്പര്യമില്ല. അവസാനം ഞാൻ അമ്മയും പെങ്ങളെ ഇറക്കി വിട്ടു എന്നുള്ള പാരിദോഷം കേൾപ്പിക്കണ്ട. എന്താടി നിൻ്റെ മുഖത്തിന് എന്താ ഒരു കുഴപ്പം? നിന്നെ മേഘനാഥൻ അവിടെ അമ്മായിയമ്മ പോര് തുടങ്ങിയോ, അതോ മേഘനാഥൻ്റെ സ്വഭാവം തനിക്കും നിനക്ക് മനസ്സിലായോ? ഞാൻ അന്നും പറഞ്ഞതാണല്ലോ നിന്നോട്. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെ പറയുമെങ്കിലും കൂടി നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം. നീ സന്തോഷത്തോടെ കൂടി അവനെ നല്ല സ്വഭാവത്തോട് ജീവിക്കാൻ തുടങ്ങിയെങ്കിൽ നിനക്ക് തരാനുള്ള അർഹതപ്പെട്ട കാര്യങ്ങൾ ഞാൻ തരും. അതിന് യാതൊരു മാറ്റമില്ല. പക്ഷേ അത് ദൂർത്തടിച്ച് കളയാനുള്ളതല്ല, നിനക്ക് ജീവിക്കാനുള്ളതാണ്. അവൻ്റെ സ്വഭാവത്തിനെ നീ ആദ്യം മാറ്റണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ദുർഗയ്ക്കൊരു സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം
കണ്ണൻ പോവുകയാണ്. കണ്ണൻ പോകുമ്പോൾ മഹി ഇങ്ങനെ ചോദിക്കും, എന്താ മഞ്ജു നിനക്ക് വല്ല വിശേഷമുണ്ടോ എന്ന് ചോദിക്കുക. ആടി എന്താടി നീ ഇപ്പോൾ ഇവളോടും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണോ? ദുർഗ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. നിൻ്റെ അനിയത്തിക്ക് വിശേഷമുണ്ട്, ഇനി ഇവൾക്കും വിശേഷമുണ്ടോ എന്ന് നീ ചോദിക്കുകയാണ്. നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും നിന്നോട് ആരും വിശേഷമുണ്ടോ എന്ന് ചോദിക്കില്ല, അങ്ങനെയാണ് നിൻ്റെ കാര്യം എന്നിങ്ങനെ ദുർഗ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുകയാണ്, ഞാൻ ഇതൊന്നും ചോദിക്കാൻ വന്നതല്ല, അവളുടെ മുഖം എന്തോ പോലെയുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ഇനിതാ ഞാൻ ചോദിക്കുന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മഹി പോവുകയാണ് കേട്ടോ. അതേസമയം കരുണ ഉണ്ണിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഉണ്ണിയേട്ടാ അച്ഛൻ വിളിച്ചിരുന്നു, അച്ഛൻ വിളിച്ചിട്ട് മഹാലക്ഷ്മിയെ തീർക്കുമെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയണം. ഏതായാലും ശരി, നിൻ്റെ അച്ഛനോട് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം, ഇതുവരെ ചെയ്തിട്ട് ഒന്നും നടന്നില്ല. അവസാനം ഞാൻ അവിടുത്തെ പണിക്കാരനായി അമ്മാവൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ അവിടെ എല്ലാ ചുമതലയും ഏൽക്കുമെന്നാണ് വിചാരിച്ചത്. നിന്നെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് ആ നുണകളെല്ലാം പറഞ്ഞത് എന്നിങ്ങനെ പറയണം. ഉണ്ണിയേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ചോദിക്കും. ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഞാനും അഴിഞ്ഞാടി നടന്നവൾക്ക് എന്തെല്ലാം സുഖമാണ്, അവളുടെ പരിഹാസം ഏറ്റിട്ട് ഞാൻ ജീവിക്കണം എന്നിങ്ങനെ പറയണം. എന്തായാലും ശരി, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ ചിത കത്തിക്കുമെന്ന്, ആ ചിത കത്തുന്നത് കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മഹിയും കണ്ണനും കൂടി റൂമിൽ വന്നതിന് ശേഷം കണ്ണനോട് മഹി പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതാണ് അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയണ സത്യസന്ധമായിട്ട് ജീവിക്കണം, അല്ലാതെ പണത്തിന് ജീവിക്കരുത്, ഞാൻ അന്നേ അവളോട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയണം.